ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റാഗ്നോർ കമ്മ്യൂണിറ്റി റെൻഡറിനകത്ത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, 24/7. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ റെൻഡറിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മിക്ക എല്ലാ ആൾക്കാർക്കും റെൻഡറിൻ്റെ അക്കൗണ്ട് ഉണ്ടാവും പ്ലാറ്റ്ഫോം തപ്പി കിടക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്രോമോ അല്ലെങ്കിൽ ഏതായാലും ഞാൻ ഇപ്പോൾ ജസ്റ്റ് എഡ്ജ് യൂസ് ചെയ്യുന്നത് മാത്രം. അവിടെ പോയിട്ട് ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈനപ്പ് ചെയ്ത് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ ടാസ്ക് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു എന്താണ് ഡാറ്റാബേസിൻ്റെ URL ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോയിട്ട് SQL എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു നെയിം മെൻഷൻ ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു നെയിം ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പേരാണെന്ന് വെച്ചെങ്കിൽ വിടാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം അവിടെ ഫ്രീ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രീ ഡാറ്റാബേസ് ഉണ്ടാവും, അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വാൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡാറ്റാബേസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് അത് ക്രിയേറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് വെച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് തിരിച്ച് പോയിട്ട് അടുത്തെന്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വെബ് സർവീസാണ്. വെബ് സർവീസ് ക്രിയേറ്റ് ആക്കാനായിട്ട് നമ്മൾ തിരിച്ച് റെൻഡറിനകത്തോട്ട് ഞാൻ പോവുക. അവിടെ പോയിട്ട് ന്യൂ സെലക്ട് ചെയ്യുക. അവിടെ പോയിട്ട് ന്യൂ വെബ് സർവീസ് ഉണ്ടാവും. ഓക്കെ, അവിടെ പോയിട്ട് ആ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന സംഭവം സെലക്ട് ചെയ്യുക. എക്സിസ്റ്റിംഗ് ഇമേജ് എന്നാണ്. അവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് കോപ്പി ചെയ്യാം. റാഗ്നോർ കമ്മ്യൂണിറ്റി എന്ന സംഭവം ഉണ്ടാവും, അത് ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം അവിടെ പോയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ അൺഎബിൾ ആയിട്ട് വരും, കണക്ട് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ പോയി കണക്ട് കൊടുക്കാം. ആ റാഗ്നോർ എന്നാണ് പേര് വന്നിടണം. അപ്പോൾ നമ്മുടെ ഫ്രീ എന്ന് സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ സെക്ഷൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഒരു വാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോർട്ടൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡാറ്റാബേസ് URL കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് റെൻഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കലാണ്. ഓക്കെ, റെൻഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നേരത്തെ നമുക്ക് സെക്ഷൻ എടുക്കാനുള്ളതാണ്. മിക്ക ആൾക്കാർക്ക് സെക്ഷൻ എടുക്കാറ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് വീഡിയോ അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റാഗ്നോർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ പോയിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കും, QR ആണോ അതോ എൻ്റർ ദി കോഡ് എന്ന ഓപ്ഷൻ. അവിടെ പോയിട്ട് പെയർ കോഡാണ് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്താണ് ഏത് നമ്പറാണ് നിങ്ങൾ നിലവിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ആ നമ്പർ അവിടെ പോയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏത് നമ്പറാണ് നിങ്ങൾ നിലവിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് നമ്പറാണ് ബോട്ട് കാണിക്കുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ ആ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് എൻ്റർ ദി കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ആ കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ലിങ്ക് വൈസ് പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോപ്പ് മെസ്സേജ് കൂടി വരും. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്കൊരു സെക്ഷൻ ഐ ഡി വരും. ആ സെക്ഷൻ ഐ ഡി കോപ്പി ചെയ്യുക. അപ്പോൾ അത് പോയിട്ട് നമ്മൾ സെക്ഷൻ ഐ ഡിൻ്റെ കോളത്ത് പോയി എൻ്റർ ചെയ്ത് കൊടുക്കുക. പോർട്ട് നമ്മൾ 8000 കൊടുക്കുക. നമുക്ക് ഡാറ്റാബേസുകളിൽ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെൻഡർ ചെയ്യുന്നത് നമ്മൾ റാഗ്നോർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റാഗ്നോർക്ക് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നമുക്ക് ഡാറ്റാബേസ് നമ്മൾ ഫസ്റ്റ് ഒരു സംഭവം ക്രിയേറ്റ് ആയാലും അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ പോയിട്ട് നേരെ ഒരു ഓപ്ഷൻ കാണിക്കും കണക്ട് എന്നായിട്ട്. അത് അവിടെ പോയിട്ട് SQL പോയിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്ക് പോസ്റ്റ് SQL എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് കോപ്പി ചെയ്യുക. അവിടെ പോയിട്ട് ഡാറ്റാബേസുകളിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡിപ്ലോയ് വെബ് സർവീസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും, കാരണം അത് ഫസ്റ്റത്തെ വെബ് സർവീസാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ഫാസ്റ്റ് കൂട്ടി വിടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം കാണിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫാസ്റ്റ് കൂട്ടി വിടുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ കാണിക്കും, വെയിറ്റ് ചെയ്യാം. റാഗ്നോർ കമ്മ്യൂണിറ്റി റീസ്റ്റോറിംഗ് സെക്ഷൻ അവരുടെ മെസ്സേജ് കാണിക്കും. ബോട്ട് സ്റ്റാർട്ടഡ് കണക്റ്റഡ് ലോഞ്ച്. അപ്പോൾ നമ്മുടെ ഈ ഒരു സർവീസ് സ്റ്റാർട്ടഡ്. ഓക്കെ, അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് സ്റ്റാർട്ടഡ് എന്ന മെസ്സേജ് കാണിക്കും. അടുത്ത് നമുക്ക് നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വാട്സപ്പ് തിരിച്ച് കയറാം. അവിടെ പോയിട്ട് ജസ്റ്റ് ഡോട്ട് ഹാൻഡേഴ്സാണ് കൊടുത്തിട്ടും കോമി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട് പിങ് അടിക്കാം. അപ്പോൾ നമുക്കത് വർക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മെനു അടിച്ച് നോക്കാം. മെനു അടിച്ച സമയത്ത് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മെനു എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ടൈം എടുക്കില്ല, പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ മെനുവിൻ്റെ അവിടെ മെനു എന്തായാലും വർക്കായിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം എല്ലാതും വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലിസ്റ്റ് അടിച്ച് കൊടുക്കുക. ലിസ്റ്റ് എടുക്കുമ്പോൾ ലിസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് TTS ഹായ്ന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, TTS ഹായ്ന്ന് അടിച്ചപ്പോൾ അതും വന്നു. ഓക്കെ, എന്തായാലും ഒക്കെ വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് 24/7 സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് റെൻഡറിനകത്ത് തിരിച്ച് കയറാം. എന്നിട്ട് അവിടെ പോയിട്ട് ആ ലിങ്ക് കണ്ടോ, മേലെ കാണിക്കുന്ന ലിങ്ക് കണ്ടോ, ജസ്റ്റ് മേലേക്ക് ആക്കിയതിന് ശേഷം ആ ലിങ്ക് കണ്ടോ, അത് കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളൊരു ക്രോൺ ജോബ് എന്ന സംഭവമുണ്ട്, അത് ടൈപ്പ് ചെയ്യാം. വേറെ ആരും തെറ്റിദ്ധരിക്കരുത്, വേറൊന്നുമില്ല, ക്രോൺ ജോബ് എന്ന് പറയും. അവിടെ പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സംഭവമാണ് അത്.
ജസ്റ്റ് ടൈപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പം ഞാൻ ഇനി കോപ്പി ചെയ്തെടുക്കുന്നെങ്കിൽ കുറേ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളെ അക്കൗണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ടൊക്കെ വെച്ച് വെരിഫൈ ചെയ്യാം. അതിനനുസരിച്ച് ജിയോൺ അവിടെ പോയിട്ട് ഇങ്ങനെ ബാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഇങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പം എന്താണ് അങ്ങനെ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഏതെങ്കിലും മറ്റേ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് ചെയ്യേണ്ട അത്യാവശ്യമാണ് 24 hours കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ വരും. അവിടെ പോയിട്ട് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുക, സൈൻ ഇൻ ചെയ്യാം. മറ്റേ സൈനപ്പ് ആയിരുന്നല്ലോ, സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ താങ്ക്സ് അടിക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ക്രോൺ ജോബ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ HTTP എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ സംഭവം നമ്മൾ ഫസ്റ്റ് കോപ്പി ചെയ്ത സംഭവം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ റാങ്ക് എന്നാലും കൊടുക്കുക. എന്തായാലും കൊടുത്താൽ കുഴപ്പമില്ല. ജസ്റ്റ് 1 minute കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഡയറക്റ്റായിട്ട് അവിടെ ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ഒരു ബോക്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡസ്റ്റ് മോഡ് ആക്കി തരാം. അതിനുശേഷം അവിടെ പോയിട്ട് ഒരു ബോക്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് എനേബിൾ കൊടുക്കാം. എനേബിൾ കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ ഏകദേശം 24 hours സെറ്റായി കഴിഞ്ഞു. ഇതിനകത്ത് വേറെ ടാസ്ക് ഒന്നുമില്ല. കാരണം ഞാൻ ഇന്നലെ ചെയ്തൊരു എപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ് ബോട്ട്, ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പിങ് വർക്കിംഗ് ആണ്. അതിനുശേഷം നമ്മൾ ലിസ്റ്റ് അടിച്ച് ലിസ്റ്റും വർക്കിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അതിനകത്ത് നമുക്കൊരു TPS അടിക്കാം. ഓക്കെ, ഹലോ ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ് അടിച്ച് അപ്പോൾ നമുക്ക് അതും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഒക്കെ വർക്കിംഗ് മെത്തേഡ് മാത്രം നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ മസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനായിട്ടും ബോട്ട് ക്രിയേറ്റ് ആക്കാനായിട്ട് ചങ്കിന് ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മളിട്ട വീഡിയോ യൂസർലാൻഡിൻ്റെ വീഡിയോ സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ കണ്ടു നോക്കാം, പ്ലേ ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീൻസ് ജിയോൺ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.